പിന്നെയും കാണുന്നു. ഉൽപ്പത്തി 1:1-2 വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു, ഉണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചപ്പോൾ അത് വചനമാണ്. അടുത്തത് എബ്രായർ 3:4 വായിക്കുമ്പോൾ ദൈവം സകലതും സൃഷ്ടിച്ചു എന്ന് കാണും. അപ്പൊ സൃഷ്ടിയിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. സൃഷ്ടിയിലുള്ളതുപോലെ ക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൽ, ഈ അവതാരം എന്ന പദം പറയരുത്, വളരെ തെറ്റാണ്. ബൈബിളിലൊന്നും അവതാരം എന്ന് സംഭവില്ല. അവതാര എന്ന പദം പാടില്ല. അവൻ ജഡത്തിൽ അവതരിച്ചല്ല, ആ പദം വളരെ സൂക്ഷിക്കണം. ഞാനുണ്ട് ഈ പാട്ട് എഴുതിയ പലരോടും കലയിക്കാറുണ്ട്. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ എന്ന് പാടുമ്പോൾ അത് കഥയാണെന്ന് ഞാൻ പറയുന്നത്. കാരണം അവതാരമൊന്നുമില്ല. ഇൻസ്റ്റീഡ് ഓഫ് ദാറ്റ് യു ക്യാൻ സേ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വന്നു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. മനസ്സിലായോ? ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് ആണ് ക്രൈസ്റ്റ്. ഓക്കെ, അതിൽ ത്രിയേകത്വമുണ്ട്. പറയാം. ലൂക്കോസ് 1:35 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിഴലിടും, ഒരു പുരുഷപ്രജ ഉത്ഭവിക്കും. 3 ആളുകളെ കണ്ടു. എന്തൊക്കെ പറഞ്ഞേ? അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ വരവ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിഴലിടും, ഒരു പുരുഷപ്രജ ജനിക്കും. 3 പേര്. ഇനി സ്നാന സമയം കർത്താവിന്റെ മത്തായി സുവിശേഷം 3:16 വായിക്കുമ്പോൾ യേശു അവിടെ നിൽക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ പുത്രനിൽ വരും. മറ്റൊന്ന് ലൂക്കോസ് 2:40 പൈതൽ വളർന്നു, ആത്മാവിൽ നിറഞ്ഞു, ദൈവകൃപ അവനോടുകൂടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ മരണത്തിൽ ഈ ദൈവിക തൃത്വത്തിന്റെ സമന്വയം കാണാം. എഫേസ്യർ 5:2 വാക്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. യെശയ്യാ 53:10 പറയാ, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എബ്രായർ 7:27 പറയാ, ക്രിസ്തു തന്നെ അർപ്പിച്ചു മരണത്തിൽ. എബ്രായർ 9:14 പറയാ, നിത്യാത്മാവിനാൽ അർപ്പിച്ചു, ആത്മാവിനെ തന്നെ ഏൽപ്പിച്ചു. ആ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇനി മറ്റൊന്ന് ഉയർത്തെഴുന്നേൽപ്പാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്തൊക്കെയാ? പ്രവൃത്തി 10:40 പറയാ, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികൾ. ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കയും. ബാക്കി മനസ്സിലായല്ലോ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ പറയാ ദൈവം അവനെ ഉയർപ്പിച്ചു. ഇനി പത്രോസ് 3:19 വായിച്ചാൽ, 1 പത്രോസ് 3:19 ക്രിസ്തു മരണശിക്ഷ ഏൽക്കയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് അത് കർത്താവ് തന്നെയാണെന്ന് പറയുന്നു. പിതാവ് ഉയർപ്പിച്ചു എന്ന് പറയുന്നു, ആത്മാവ് ഉയർപ്പിച്ചു എന്ന് പറയുന്നു. ഇനി എബ്രായർ 2:3 പറയാ, ഈ സുവിശേഷീകരണം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എന്താണ്? പറയാം, രക്ഷാപ്രവൃത്തിയിൽ തൃത്വത്തിന്റെ സമന്വയം. എബ്രായർ 2:3 പറയാ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി, പരിശുദ്ധാത്മാവിനെ നൽകി, ദൈവം സാക്ഷി നിന്നു. അവിടെയും തൃത്വത്തിന്റെ സമന്വയം കാണാം. 1 കൊരിന്ത്യർ 12:4-5 വാക്യങ്ങളിൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാ ഒരുവൻ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ, എങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. ഇനി ആത്മിക ജീവിതത്തിൽ യൂദാ 20:21 വാക്യങ്ങൾ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു, യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. മറ്റൊന്ന് നമ്മളൊക്കെ ദൈവത്തിന്റെ മുൻനിർണയത്തിൽ തീർത്തു. 1 പത്രോസ് 1:2 വാക്യങ്ങൾ, 1:2 വാക്യം. 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടു. ദൈവഭക്തിയുടെ മർമ്മം ഒരു ത്രിയേക വിശ്വാസമാണ്. 1 തിമോഥെയോസ് 3:16 ദൈവം 2 ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അവിടെയും ദൈവമുണ്ട്, പുത്രനുണ്ട്, ആത്മാവുണ്ട്. സഭാ നടത്തിപ്പിലുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം. യോഹന്നാൻ സുവിശേഷം 15:26 ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് അയക്കുന്ന കാര്യസ്ഥനായ സത്യാത്മാവ് വരും. അവിടെ എന്തൊക്കെ വന്നു? ഞാൻ വന്നു, പിതാവ് വന്നു, കാര്യസ്ഥനായ ആത്മാവ് വന്നു. അപ്പൊ 3 പേഴ്സൺസിനാണ് ഈ വാക്യമെല്ലാം ഞാൻ പറയുന്നത്. 3 പേഴ്സൺസ്. വെളിപ്പാട് പുസ്തകം 5:6 വാക്യം, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു, സിംഹാസനത്തിന് മുമ്പിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്,
സർവഭൂമിയിലേക്കും അയക്കപ്പെട്ട ദൈവാത്മാവിൻ്റെ കണ്ണുകൾ. ആ വെളിപ്പാട് പുസ്തകത്തിലും ഇത്തരത്തിലുള്ള പ്രയോഗം കാണാം. ഇനി പഴയ നിയമത്തിലേക്ക് വന്നാൽ അപൂർവം വാക്യങ്ങളേ ഉള്ളൂ, പക്ഷേ അത് പ്രധാനമാണ്. യെശയ്യാ 42:16 ഒന്ന് വായിച്ചട്ടെ. യെശയ്യാ 48:16 പ്രധാനമാണ്, ഒന്ന് പറഞ്ഞാൽ വായിക്കാൻ പറഞ്ഞു. നിങ്ങൾ അടുത്തു വന്നിത് കേൾപ്പീൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പൊ യഹോവയായ കർത്താവ് എന്നെ, രണ്ടുപേരായി കർത്താവ് വരുന്ന രംഗ, തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. യഹോവയായ കർത്താവ് എന്നെയും, ഓതറല്ല, യെശയ്യാവിനെ അല്ല, കർത്താവിനെ തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ ഒരു 10 വാക്യമുണ്ട്. അത് യെശയ്യാ 63:1 മുതൽ 10 വരെയാണ്. റഫറൻസ് കുറിച്ചെടുത്താൽ മതി, നീണ്ട പാസേജ് ആയതുകൊണ്ട്.